പശ്ചിമ ബംഗാളിൽ SIR നടപടികൾ പുരോഗമിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് വളരെ ഞെട്ടിക്കുന്ന പല വാർത്തകളും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു BLOയ്ക്ക് ലഭിച്ച ചില വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആ BLO കൊടുത്ത ബൂത്ത് ലെവൽ ഓഫീസർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഫോട്ടോഗ്രാഫ് വെച്ച് 17 വോട്ടർ ID കാർഡുകൾ നിർമ്മിച്ചു എന്നാണ്. അതുപോലെ തന്നെ മരിച്ചുപോയ ഒരു സ്ത്രീ 2024 വോട്ട് ചെയ്തിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മറ്റൊന്ന് 25കാരൻ 90കാരിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വോട്ടർ ID കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചപ്പോൾ 100 കണക്കിന് വ്യാജ ID കാർഡുകളാണ് കണ്ടെത്തിയത്. ഇത് വളരെ ആസൂത്രിതമായിട്ട് ഇത്തരം ID കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കേന്ദ്രം തന്നെ ഉണ്ട് എന്ന് അന്വേഷണത്തിൽ മനസ്സിലാകുകയും തെളിയുകയും ചെയ്തു. അതുപോലെ മറ്റൊന്ന്, ഈ അതിർത്തി പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയായ ഹക്കീംപൂർ താരാലി ബോർഡർ, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. അവിടെ 100 കണക്കിന് ബംഗ്ലാദേശികൾ കൂട്ടപ്പലായനത്തിലേക്കാണ് ഊടുവഴികളിലൂടെ ബംഗ്ലാദേശിലേക്ക് കടക്കുന്നു. പ്രധാന ചെക്ക് പോസ്റ്റുകളോ പ്രധാന റോഡുകളോ ഒഴിവാക്കി ഊടുവഴികളിലൂടെ അവർ ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നു. കാരണം ആ ഭാഗത്തൊന്നും അതിർത്തി വേലി കെട്ടി സംരക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ എളുപ്പമാണ്. എല്ലായിടത്തും സൈന്യത്തിൻ്റെ BSFൻ്റെ നിരീക്ഷണം അസാധ്യമാണ്. ചില പ്രത്യേക സമയങ്ങളിലാണ് ഓരോ ദിവസവും BSF അവിടെ നിരീക്ഷിച്ചു പോരുന്നത്. പക്ഷേ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും മറ്റും ഇത് വ്യക്തമാണ്. അതുപോലെ നവംബർ 18 കൊൽക്കട്ടയിലെ റിക്ഷ വലിക്കുന്ന, കൊൽക്കത്ത നഗരത്തിൽ തെരുവുകളിൽ റിക്ഷ വലിക്കുന്ന 500 പേരെയാണ് BSF പിടികൂടിയത്. 500 പേരും ബംഗ്ലാദേശി പൗരന്മാരാണ്. എന്നും മാത്രമല്ല, കൊൽക്കത്ത നഗരത്തിൽ ഈ റിക്ഷ വലിക്കുന്ന, ഉന്തുവണ്ടിയിൽ ചായ വിൽക്കുന്ന, അതുപോലെ തന്നെ വഴിയോരത്ത് നടപ്പാതകളിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, ഇനി ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തോടെ സ്ഥലം വിടുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു എന്നാണ് ഈ BLO അടക്കമുള്ളവർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ SIRഉം അതിനു മുമ്പ് വന്ന ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 കർക്കശമായി നടപ്പാക്കി തുടങ്ങിയതോടുകൂടി ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ, റോഹിംഗ്യകൾ കൂട്ടത്തോടെ ബംഗാൾ വിടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇപ്പോൾ നമ്മുടെ യുക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമത രംഗത്തെത്തിയിരിക്കുകയാണ്. മമത പറയുന്നത്, മേ ഐ ഹെൽപ്പ് യു എന്നൊരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്ക് SIR വേണ്ട വിധത്തിൽ പൂരിപ്പിച്ചു കൊടുക്കാൻ സഹായിക്കുന്നതാണ്, രേഖകൾ സഹിതം പൂരിപ്പിച്ചു കൊടുക്കാൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവർക്ക് ഇത് വലിയ ഉപകാരം ചെയ്യും. ഇത് സർക്കാർ തന്നെ തുടങ്ങിയ ഒരു സംരംഭമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ പദവിയുള്ള ഒരു സ്ഥാപനം, സുപ്രീം കോടതി പോലെ പാർലമെൻറ്റ് പോലെ അതിരുകളില്ലാത്ത ചില അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്ന ഭരണഘടനാ സ്ഥാപനം. അവരാണ് SIR നടപ്പാക്കുന്നത്. അവർ SIRുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് മമത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ പറയുന്നത് പോലെ ഈ SIRനെ വേണ്ട വിധത്തിൽ പിന്തുണയ്ക്കുന്നതിന് പകരം SIRന് അള്ളുവെക്കാൻ എന്തിനാണ് മമത ശ്രമിക്കുന്നത്? ഈ മേ ഐ ഹെൽപ്പ് യു എന്നും പറഞ്ഞൊരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി ഈ ബംഗ്ലാദേശിലേക്ക് കൂട്ടപ്പലായനം നടത്തുന്നവർക്ക് വീണ്ടും ഇവിടെ വോട്ടുറപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണോ മമത ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, കൃത്യമായി ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവുകയുള്ളൂ എന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിലടക്കം അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ തടസ്സപ്പെടുത്താൻ, അതിന് സ്റ്റേ കൊടുക്കാൻ, അതിനേതെങ്കിലും തരത്തിൽ അതിന് ഇടങ്കോലിടാൻ ഒരു ശക്തിയും വരില്ല. സുപ്രീം കോടതി അത് വ്യക്തമാക്കി. SIR നിർബന്ധപൂർവം രാജ്യം മുഴുവനും നടപ്പാക്കണം എന്നാണ് പരമോന്നത നീതിപീഠം ബീഹാറിൽ 1ാം ഘട്ട SIR നടപ്പാക്കിയപ്പോൾ തന്നെ പറഞ്ഞത്. അന്ന് ഹർജിയുമായി എത്തിയ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർക്ക് മുഖമടച്ച് കിട്ടിയ പ്രഹരമായിരുന്നു സുപ്രീം കോടതിയുടേത്, സുപ്രീം കോടതി നൽകിയത്. എന്തായാലും ആ വിധി തുടർന്ന് ഇങ്ങോട്ട് ബാധകമാണ്. ഇപ്പോൾ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ളവർ SIR നീട്ടിവെക്കണം, സമയം നീട്ടി നൽകണം എന്നൊക്കെ പറഞ്ഞ് പല തടസ്സവാദങ്ങളും ഉന്നയിച്ച് സുപ്രീം കോടതിയുടെ അടുത്ത് പോയിട്ടുണ്ട്. വെള്ളത്തിൽ വരച്ച വരയുടെ ബലം പോലും അതിനില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ സുപ്രീം കോടതി ഒരു തരത്തിലും അതിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കൂ. അവിടെയാണ് പരാതി പറയേണ്ടത്. അവരാണ് പരാതി കേട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഹർജിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അങ്ങനെ കയറി നിയന്ത്രിക്കാനുള്ള അധികാരമൊന്നുമില്ല. അത് ഇന്ത്യൻ പാർലമെന്റിനില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കില്ല, രാഷ്ട്രപതിക്കില്ല. ഒരു സ്വതന്ത്ര പരമാധികാര ഭരണഘടനയുള്ള രാഷ്ട്രത്തിൽ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം വളരെ വിപുലമാണ്. സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ ഇതൊക്കെ പറഞ്ഞിട്ടും മമതയ്ക്ക് കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാകാത്തതായി നടിക്കുന്നു. കാരണം വോട്ട് ബാങ്കാണ്. മമതയ്ക്കറിയാം, ഈ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ ഇന്ത്യ വിട്ടുപോയാൽ ബംഗാളിൽ പച്ച തൊടില്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് മമതയ്ക്കറിയാം. കാരണം പഴയതുപോലെ പണ്ട് ബീഹാറിലൊക്കെ ബൂത്ത് പിടുത്തവും ബാലറ്റ് പേപ്പർ കൊണ്ടുപോകലും ബാലറ്റ് പെട്ടി തന്നെ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ നടന്നിരുന്നു. അതിനെല്ലാം അറുതി വന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതോടുകൂടിയാണ്. TN ശേഷൻ എന്നൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധികാരമേറ്റതിന് ശേഷമാണ്. ഇവിടെ അതുപോലെ ഇന്ന് ബാലറ്റ് പേപ്പർ എടുത്തുകൊണ്ട് പോവുകയോ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അക്രമം നടത്തുകയോ ചെയ്യാതെ വളരെ ആസൂത്രിതമായിട്ട് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്കെല്ലാം ഇന്ത്യൻ പൗരത്വം വ്യാജരേഖകളിലൂടെ നൽകി അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന പണി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആദ്യം അത് കാണിച്ചു കൊടുത്തത് CPIM ആണ് ബംഗാളിൽ. അവരിൽ നിന്ന് അത് പഠിച്ച മമത അവരെക്കാൾ ഭംഗിയായി അത് നടപ്പാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അങ്ങനെ മമത അത് നടപ്പാക്കിയപ്പോൾ ആദ്യം പണി കിട്ടിയതും CPM-ന് തന്നെ. ഇന്ന് CPM അവിടെ പേരിന് പോലും ഇല്ല. ഒരു MLA കിട്ടണമെങ്കിൽ ആറ്റുനോറ്റ് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് CPM പശ്ചിമ ബംഗാളിൽ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, SIR ഒരു കാരണവശാലും പിൻവലിക്കില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായിട്ട് മുന്നോട്ട് പോകും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും, എത്രയൊക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ശരി, SIR-ൽ ഒരു പുനർവിചിന്തനം ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കൃത്യമായി നടപ്പാക്കും. വോട്ടർ പട്ടിക എത്രയും വേഗത്തിൽ പരിഷ്കരിക്കും. ഇരട്ട വോട്ടുകളും മരിച്ചുപോയവരുടെ വോട്ടുകളും വ്യാജ വോട്ടുകളും എല്ലാം നീക്കം ചെയ്ത് പരമാവധി ശുദ്ധമായ സുതാര്യമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ അവർ വിജയിക്കുമെന്ന് തീർച്ചയാണ്.